ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കപ്പിൽ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയുടെ പൗഡറാണ് കേട്ടോ അത് പിന്നെ 1 ടീസ്പൂണോ 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണിത്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഈ റെസിപ്പിക്ക് ബോൺലെസ് ചിക്കനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുട്ടുകുറ്റി ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 kg ഉണ്ട് കേട്ടോ ഇത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അവിടെ അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഒനിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ 2 മീഡിയം സൈസ് ഒനിയന് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഒനിയന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ ഒനിയനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെയിം പാനിലേക്ക് സെയിം ഓയിലിലേക്ക് തന്നെയാണ് കേട്ടോ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഒനിയൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലാണ്. അപ്പോൾ കുറച്ചായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഒരു ഭാഗം വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചിക്കൻ്റെ ഒരു ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മുടെ ഒനിയന് വഴറ്റുന്നത്. അപ്പോൾ മീഡിയം സൈസ് 3 ഒനിയൻ ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒനിയന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 1.5 ടീസ്പൂണോളം വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റോസ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഒനിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം വഴന്ന് വന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ 2 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വഴന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 3/4 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1.5 ടീസ്പൂണോളം വീണ്ടും നമ്മൾ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുക. ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഫ്ലേവർ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയും മസാലയും ഒക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനുണ്ടല്ലോ, അതൊരു കൈ ഫുള്ളായിട്ട് അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുകുറ്റി ബിരിയാണിയാണ് കേട്ടോ ഇത്. ഞാൻ 2 സ്റ്റൈലിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് ഞാനൊരു ഹാൻഡ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ മസാല റെഡിയാവും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബിരിയാണി റൈസ് ഉണ്ടാക്കണം. അത് നല്ലൊരു ഫ്ലേവറുള്ള ഒരു ബിരിയാണി റൈസാണ് കേട്ടോ. അപ്പോൾ അതാ ചൂടായ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ സാജീരകം, ബേ ലീഫ്, പിന്നെ ജാതിപത്രിയും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പൈനാപ്പിൾ വേണമെങ്കിൽ നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിൽ ഒന്ന് വേണമെങ്കിൽ കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ജ്യൂസി ആയിട്ട് കിട്ടും. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വാരി വെച്ച അരി ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയന് കുറച്ച് അതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പുട്ടുകുറ്റിയിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു അര ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ട് പുറത്തേക്ക് വരും. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് പട്ട, 2-4 ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പു അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരിക്ക് ഒന്നുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കുറ്റിയിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ചില്ല്, അച്ച് എന്നൊക്കെ പറയും, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ആദ്യം 2-3 ടേബിൾ സ്പൂണ് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ്റെ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കൊറിയാണ്ടറിൻ്റെ ഇലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടുകുടത്തിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റീം വരുമ്പോൾ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം സ്റ്റീം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ തള്ളി മറിച്ചിട്ട പുട്ടുകുറ്റി ബിരിയാണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് എല്ലുള്ള ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വേറൊരു വേർഷനും കൂടി കാണാം കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്ക് ബാംബൂ സ്റ്റിക്കിലുള്ള ബിരിയാണിയൊക്കെ കിട്ടും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. അപ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ നമ്മൾ പുട്ടുകുറ്റിയിൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ വേറൊരു വേർഷനും കൂടി ഞാൻ കാണിച്ചു തരാം. പുട്ടുകുറ്റിയിൽ ഞാൻ 3 റൈസാണ് കേട്ടോ
സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ബാക്കിയുള്ള റൈസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മല്ലിയില പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൈഡ് ഒനിയന്, പൈനാപ്പിൾ ചോപ്പ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ടോപ്പിൽ നമ്മൾ പൈനാപ്പിൾ, ഫ്രൈഡ് ഒനിയന്, മല്ലിയില പുതിനയില അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വരെ ദമ്മാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന ടൈമൊക്കെ തന്നെ ഉള്ളൂ ഇതിനും. നമുക്കിത് വീഡിയോയിൽ കാണുമ്പോൾ ഇത് വലിയ കുറേ സമയം എടുക്കുമെന്ന് നമുക്ക് തോന്നും കേട്ടോ. അത്ര ടൈമൊന്നും ഇല്ല ഇതിന്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. ഇനി ഇതിന് സൈഡായിട്ട് ഞാനൊരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത്, പൈനാപ്പിൾ, ക്യുക്കുംബർ, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഉപ്പ്, പിന്നെന്താ നമ്മുടെ പെപ്പർ പൗഡർ, കുറച്ച് കൊറിയാണ്ടറിൻ്റെ ഇലയും കൂടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതും കൂടി മിക്സ് ചെയ്യുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ റോസ്റ്റ് ബിരിയാണിയും നമ്മുടെ തള്ളി മറിച്ചിട്ട് പുട്ടുകുറ്റി ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി തരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.